പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ ലോകം കാണുവാനായിട്ട് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നതായ മഴയുടേതായ അവസ്ഥയിൽ, വെള്ളപ്പൊക്കത്തിൻ്റെതായ അവസ്ഥകൾ, പല വിധത്തിലുള്ള രോഗപീഠകൾ, ഇപ്പോൾ വരുന്നതായ പനി, അതുമായി ബന്ധപ്പെട്ട മറ്റ് അസ്വസ്ഥതകൾ, ഇങ്ങനെ നാം കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധികളെയും കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇപ്പോൾ പെയ്യുന്നതായ മഴയുടെയും മഴക്കെടുതികളെയും പൂർണ്ണമായും കർത്താവേ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഴ മൂലം, വെള്ളപ്പൊക്കം മൂലം അതികഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാം വീടുകൾ ഉപേക്ഷിച്ച് അവർക്ക് മറ്റിടങ്ങളിലേക്ക് മാറി പാർക്കേണ്ടതായി വന്ന അവസ്ഥകളെ നീ കാണുന്നുവല്ലോ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഈശോയെ, ഈ അതികഠിനമായ അതിതീവ്രമായ മഴയെ ശാന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രകൃതി മനുഷ്യന് യാതൊരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കാത്ത വിധത്തിൽ പ്രകൃതിയെ ശാസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും അങ്ങ് തന്നെയാണല്ലോ. പ്രപഞ്ചത്തിന് മേൽ കർത്താവേ അങ്ങേക്കാണല്ലോ അധികാരമുള്ളത്. കർത്താവായ യേശുവേ, അങ്ങിൽ ആശ്രയിക്കുന്നവർക്ക്, അങ്ങേ മക്കൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കാത്ത വിധത്തിൽ ഈ പ്രകൃതിയെ കർത്താവേ അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു മനുഷ്യൻ്റെയും ജീവൻ പോലും കർത്താവേ നഷ്ടപ്പെട്ടു പോവാതിരിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളോട് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധമായ രോഗാവസ്ഥകളെയും ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ, മഴവെള്ളത്തിൻ്റെതായ വെള്ളപ്പൊക്കത്തിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ലല്ലോ. കർത്താവെ, ഞങ്ങളങ്ങിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. അങ്ങിലാണ് ഞങ്ങളുടെ പ്രത്യാശ. കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ ബലം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന ഓരോ ദുരിതങ്ങളിലും നിരാശപ്പെട്ട് വിഷമിച്ചിരിക്കാതെ, അല്ലെങ്കിൽ ആ കാര്യത്തെപ്പറ്റി തന്നെ ഓർത്ത് വിലപിക്കാതെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുക. ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കീർത്തകൻ ചെയ്തതുപോലെ, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സങ്കീർത്തനങ്ങൾ 118:5 സങ്കീർത്തകൻ പറയുന്നു, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. വീണ്ടും സങ്കീർത്തനങ്ങൾ 107:14 അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും വിടുവിച്ചു. സങ്കീർത്തനങ്ങൾ 107:19. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദുഃഖവും ദുരിതവും പ്രകൃതിയിൽ നിന്ന് നമുക്കുണ്ടാവുന്ന സകല ദുരിതങ്ങളും എന്തു തന്നെയായാലും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക മാത്രമാണ് പോംവഴി. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും നിരന്തരം അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആയതിനാൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വചനം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കട്ടെ. നിരാശയാൽ ഭാരപ്പെടുന്ന മക്കൾ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക.
അതുപോലെ തന്നെ ഈ ദുരിതങ്ങളിലൂടെ ഈ പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്ന ഈ ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നമ്മെ വിടുവിക്കും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. മഴക്കെടുതിയുടേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കട്ടെ. എല്ലാവിധ നന്മകളും ദൈവം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.